വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ മോർണിംഗ് 7:10 നമ്മൾ സിക്കിമിലെ ഗാങ്ടോക്കിൽ ലെമൺ ട്രീ ഹോട്ടലിലാണ്. നല്ല തണുപ്പാണ് മക്കളെ. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന നല്ല അടിപൊളി സ്റ്റണ്ണിങ് ആയിട്ടുള്ള ലൊക്കേഷനാണ് ഇവിടുത്തെ സിക്കിമിലെ. നമ്മൾ ആദ്യം നതുല പാസിൽ പോവും, പിന്നെ നമ്മൾ ബാബ മന്ദിറിൽ പോകുന്നുണ്ട്, പിന്നെ ഇവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ള ചങ്കുലേക്കും കൂടി വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ അവസ്ഥ അനുസരിച്ചിരിക്കും എങ്ങനെ ഉണ്ടാവുമെന്ന്. നമ്മുടെ ഡ്രൈവർ ചേട്ടനുണ്ടല്ലോ നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നവംബർ ഡിസംബർ ഒക്കെ ഇവിടെ ടൂറിസ്റ്റിൻ്റെ സീസണാണ്, അതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമേ അല്ല. നമ്മൾ ഭയങ്കര എനർജിയിലും നമ്മൾ ഭയങ്കര എക്സൈറ്റഡിലാണ്. എന്നെക്കാട്ടി എക്സൈറ്റഡിലാണ് നമ്മുടെ 2 കുഞ്ഞു സുന്ദരീസും നമ്മുടെ പാറുവും അക്കും. അപ്പോൾ നമുക്ക് പോവാം. നതുല പാസ് ലൊക്കേറ്റ് ചെയ്യുന്ന ഇൻഡോ ചൈന ബോർഡറിലാണ്. പണ്ട് ഇന്ത്യൻ ടിബറ്റും കണക്ട് ചെയ്യുന്ന റൂട്ടായിരുന്നു ഈ നതുല പാസ്. അപ്പോൾ ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വളവും തിരിവുമായിട്ടുള്ള ഒരു റോഡാണ്, ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഷെർപ്പ ചേട്ടനാണ്. നമ്മുടെ ഷെർപ്പ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കേട്ടോ. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ പേരാണ് സോനം ഷെർപ്പ എന്ന്. ഇപ്പോൾ ഒരു അടിപൊളി ഒന്നാന്തരം ഗോർക്കയാണ്. നമ്മുടെ ജീവൻ നമ്മുടെ ഷെർപ്പ ചേട്ടൻ്റെ കയ്യിലേക്ക് കൈമാറിക്കൊണ്ട് നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ, വാ. ഈ കാണുന്നതേ സമ്മാൻ ഭവനാണ്. ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസാണിത്. നമ്മുടെ നാട്ടിലെ സെക്രട്ടേറിയറ്റ് അത് തന്നെ. ഉയരത്തിലേക്ക് യാത്ര ചെയ്യുമ്പോഴേ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പ്രകൃതിയിൽ കുറേ മാറ്റങ്ങൾ വരും. മരങ്ങളിലായാലും ഭൂപ്രദേശത്തിലായാലും ഒക്കെ കുറേ മാറ്റങ്ങൾ. അപ്പോൾ ഇവിടെയും നമുക്ക് ഇങ്ങനെ കാണാം, പെട്ടെന്ന് ചേഞ്ച് ആവും നമ്മുടെ ലാൻഡ്സ്കേപ്പൊക്കെ. भैया वो बोतल में क्या था? वो ऑक्सीजन है। अभी हम लोग जा रहे हैं नाथुला है, आपका 14,500 फीट में 14,500 फीट में। നമ്മുടെ നാട്ടിലെ കടൽമുട്ടായിയൊക്കെ റോഡ് സൈഡിൽ വിൽക്കില്ലേ, അതുപോലെ ഇവിടെ വിൽക്കുന്നത് മിനി ഓക്സിജൻ സിലിണ്ടറാണ്. പക്ഷേ അത് ആവശ്യമുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ നതുല പാസിൽ പോവുകയാണെങ്കിൽ ഈ മിനി ഓക്സിജൻ സിലിണ്ടർ വാങ്ങിക്കുന്ന ഒരു മസ്റ്റാണ്. നതുല പാസ് 14,000 ഫീറ്റ് എബോവ് ആണ്. അപ്പം അവിടെ നമുക്ക് ഓക്സിജൻ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, പ്രത്യേകിച്ചും കുട്ടികൾ. ഫാമിലി ആയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ, നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരാണല്ലോ, നമുക്ക് ഇത്രയും തണുപ്പ് സഹിക്കാൻ പറ്റില്ല. അപ്പം നല്ല സ്വെറ്റേഴ്സും വിൻ്റർ ഡ്രസ്സും ജാക്കറ്റ്സും ഒക്കെ നമ്മൾ കയ്യിൽ കരുതിയേ പറ്റൂ. നമ്മൾ മലയാളികൾ ജാപ്പനീസ് മൂവീസിലും കൊറിയൻ മൂവീസിലും മാത്രം കണ്ടുവരുന്ന ചെറി ബ്ലോസം ട്രീ ആണ് കേട്ടോ ഇത്. പിങ്ക് കളറായിട്ടുള്ള പൂക്കളുള്ളതാണ് ഈ മരങ്ങൾ. നതുല പാസിൽ എൻട്രി വേണമെങ്കിലുണ്ടല്ലോ നമ്മളൊരു ഇന്ത്യൻ നാഷണൽ ആയിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ വാലിഡ് പെർമിറ്റ് വേണം. നമ്മൾ ഈ പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോ ID പ്രൂഫ് വേണം വിത്ത് അഡ്രസ്സ്. പിന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. കുട്ടികളാണെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ ആധാർ വേണം, അവരുടെയും ഫോട്ടോ വേണം, 2 എണ്ണം വേണം. പിന്നെ നമ്മൾ ട്രാവൽ ഏജൻസി വഴിയാണ് പോകുന്നതെങ്കിൽ അവർ ചെയ്തോളും, അല്ലെങ്കിൽ ടൂറിസം ആൻഡ് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ID പ്രൂഫായിട്ട് ആധാറും പാൻ കാർഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. വോട്ടേഴ്സ് ID മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പാസ്പോർട്ട്. ഇതൊക്കെ ബുദ്ധിസ്റ്റ് പ്രേയേഴ്സ് എഴുതിയ ഫ്ലാഗ്സ് ആണ് കേട്ടോ. ഇതൊക്കെ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയിട്ട് ബുദ്ധിസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നതാണ്. ആ ദൂരെ കാണുന്ന മലനിരകൾ കണ്ടോ, അതാണ് കാഞ്ചൻജംഗ കേട്ടോ. ഈ ഹൈറ്റിലും നല്ല ചൂട് ചായയും ജാക്കറ്റ്സും മഫ്ലേഴ്സും കോട്ടൊക്കെ വെക്കുന്ന ചെറിയ ചെറിയ പെട്ടിക്കടകൾ കാണാം കേട്ടോ നമുക്ക്. ഇവിടുന്ന് ഞങ്ങൾ 2 ചിപ്സിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചു. കണ്ടപ്പോൾ ഭയങ്കര കൗതുകം. നോക്ക്, ഭയങ്കര വീർത്തിരിക്കുന്നു ചിപ്സിൻ്റെ പാക്കറ്റ്. ഇത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. പ്രഷറ് ഇൻക്രീസ് ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആവുന്നതായിരിക്കാം. ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റ് അല്ലാത്തതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല.
ആ കാണുന്നത് ഫേമസ് ആയിട്ടുള്ള ചങ്കു ലേക്കാണ് കേട്ടോ. പക്ഷെ വരുന്ന വഴിക്ക് നമ്മൾ അവിടെ ഇറങ്ങും. അതുകൊണ്ട് ഇപ്പം നമ്മൾ നേരെ പാസിലേക്കാണ് പോകുന്നത്. അടി മുകളിലാണ് ഇപ്പം നമ്മളുള്ളത്. ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. നമ്മുടെ പല്ലൊക്കെ ഇങ്ങനെ കൂട്ടി കിടുകിടാന്ന് അടിച്ചുകൊണ്ടിരിക്കും ഈ തണുപ്പത്ത്. പക്ഷേ ഈ നല്ല തണുത്ത കാറ്റും ഈ അടിപൊളിയൊക്കെ സീനറിയൊക്കെ കാണുമ്പോൾ ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി. ഇത് കാണുന്നതാണ് ചൈനീസ് ബോർഡർ കേട്ടോ. ആ കാണുന്ന അവിടെ ചൈനീസ് ഫ്ലാഗ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ആ റെഡ് കളറ് ചൈനീസ് ഫ്ലാഗാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതാണ് ചൈനീസ് ബോർഡർ. അത് അവരുടെ ഓഫീസാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ ബങ്കേഴ്സൊക്കെ ഉണ്ട്. ആർമീസിൻ്റെ യുദ്ധത്തിൻ്റെ സമയത്ത് യൂസ് ചെയ്ത കുറേ ബങ്കേഴ്സൊക്കെ ഉണ്ട്. അപ്പം അതാ കുറച്ചും കൂടി ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ കാണുന്നതാണ് ചൈനേൻ്റെ ബോർഡർ. ഇവിടെ എത്തി കുറച്ച് കഴിഞ്ഞത്തേക്കുണ്ടല്ലോ ഭയങ്കര ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഭയങ്കര ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഓക്സിജൻ സിലിണ്ടർ വാങ്ങിച്ചത് ഭയങ്കര നന്നായി. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായേനെ. പ്രത്യേകിച്ചും കുട്ടികളായിട്ട് കൂടെ വരുമ്പോൾ നമുക്ക് വാട്ടർ ബോട്ടിലും വേണം. ചൂട് വെള്ളം നിറച്ച വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം അത്ര തണുപ്പാണ് ഇവിടെ. തണുപ്പനുസരിച്ചിട്ട് നമുക്ക് വരുന്ന വഴിക്ക് തന്നെ ഗംബൂട്ട്സോ ജാക്കറ്റോ ഒക്കെ റെൻറ്റിന് കൊടുക്കുന്ന കുറേ ഷോപ്പുകൾ കാണാം. അപ്പം നമുക്ക് കൂടുതൽ തണുപ്പാണെങ്കിൽ ജാക്കറ്റൊക്കെ അവിടുന്ന് റെൻറ്റിന് എടുക്കാവുന്നതാണ്. ആയിരത്തി 1962 ഇൻഡോ ചൈന യുദ്ധത്തിന് ശേഷം ഈ നാഥുല പാസ് കുറേ കാലത്തേക്ക് അടച്ചിട്ടിരുന്നു. പിന്നെ 2006 ഇത് വീണ്ടും തുറക്കുന്നത്. ശരാശരി വലിയൊരു വർധനവാണ് സിക്കിം ടൂറിസത്തിന് അതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. ഇവിടുന്ന് മുകളിലോട്ടുള്ള ഏരിയാസൊന്നും നമുക്ക് ഷൂട്ടിങ്ങിന് പെർമിഷൻ ഇല്ല. കാരണം സെക്യൂരിറ്റി റീസൺ കാരണം ആർമിക്കാരെന്നെ വന്നിട്ട് പറയും ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ പിന്നെ നമ്മൾ അവർ പറയുന്നതൊക്കെ കേട്ട് നമ്മൾ യൂട്യൂബേഴ്സ് ആയാലും ആരായാലും ഒരു സ്ഥലം നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഷൂട്ടിങ്ങും അല്ലെങ്കിൽ നമ്മുടെ ട്രിപ്പും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ബാബ മന്ദിറിലേക്കാണ്. ഇതൊരു സോൾജർ ഹർഭജൻ സിംഗിൻ്റെ ഓർമ്മയ്ക്കായി സൃഷ്ടിച്ച ഒരു മന്ദിരമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പോഴും ഈ പ്രദേശത്ത് കാവലായി നിൽക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ അമ്പലത്തിൻ്റെ മുന്നിലെ ആ ഫ്ലാഗിലേക്ക് ശരിക്കും നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇവിടുത്തെ എനർജി മനസ്സിലാവാൻ പറ്റും. ഇവിടുത്തെ ശക്തി എന്താണ് മനസ്സിലാവാൻ പറ്റും. ഒരു സോൾജറിൻ്റെ ത്യാഗവും സേവനവും ഒരു ക്ഷേത്രത്തിൽ പൂജിച്ച് അനുസ്മരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് ഒരുപാട് പ്രൗഡ് ഫീലാവും. അപ്പം നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഒരു സോൾജർ എപ്പോഴും തൻ്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കുകയെന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് ഇദ്ദേഹം. മരിച്ചതിന് ശേഷവും അദ്ദേഹം ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. 1946 ജനിച്ച ബാബ ഹർഭജൻ സിംഗ് സേനയിലേക്ക് ചേരുന്നത് 1965. 1965 മുതൽ 68 വരെ സേവനമനുഷ്ഠിച്ചിരുന്നു. 22-ാം വയസ്സിൽ 1968 ഒക്ടോബർ 4 ഒരു അപകടത്തെ തുടർന്നായിരുന്നു അദ്ദേഹം മരിച്ചത്. ശത്രുക്കളുടെ പദ്ധതികൾ ഇന്ത്യൻ സേനയെ മുൻകൂട്ടി അറിയിച്ച് ഹർഭജൻ സിംഗ് തൻ്റെ സേവനം പിന്നെയും തുടർന്നു. മരണശേഷം അദ്ദേഹത്തിന് ഓണറി ക്യാപ്റ്റൻ പദവി നൽകി ഇന്ത്യൻ ആർമി അദ്ദേഹത്തെ ആദരിച്ചു.
ഇപ്പോൾ ഇവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസ് കാണാം. ദിവസവും അദ്ദേഹത്തിൻ്റെ യൂണിഫോമും ഷൂസും ക്ലീൻ ചെയ്ത് വെക്കുന്നതും കാണാം. എല്ലാ പട്ടാളക്കാരെ പോലെയും അദ്ദേഹത്തിനുമുണ്ട് വർഷത്തിലൊരിക്കൽ ലീവും. ഇപ്പോൾ അദ്ദേഹം ഇവിടെ റിട്ടയർ ആയി എന്നാണ് എല്ലാവരും പറയപ്പെടുന്നത്. അങ്ങനെ ബാബാ മന്ദിറിൽ നിന്ന് ഇറങ്ങി ആ പതാകയിലേക്ക് ഒന്നും കൂടി നോക്കി, ഒന്നും കൂടി ഒന്ന് ഷൂട്ട് ചെയ്ത് ഞാൻ തിരിച്ചു നമ്മുടെ ചങ്കു ലേക്കിലേക്ക്. നാത്തുല പാസും ബാബാ മന്ദിരവും ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ക്ഷീണമായി. നമ്മൾ ഭയങ്കരമായി ടയേർഡായി. അക്കുവാണെങ്കിൽ ഭയങ്കര തണുത്ത് വിറച്ച് നിൽക്കുക കേട്ടോ. ഇത് 12,000 അടി മുകളിലുള്ള ലേക്കാണ്. തണുപ്പ് സമയത്ത് ഡിസംബറൊക്കെ ആകുമ്പോൾ ഈ ലേക്ക് മുഴുവനായിട്ടും ഐസായി മാറും. ഇവിടെ നമ്മൾ യാക്കിൻ്റെ റൈഡും നടത്തി. അക്കുവിന് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 200 രൂപ കൊടുത്താൽ നമുക്കൊരു യാക്കിൻ്റെ റൈഡ് നടത്താം. അങ്ങനെ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്. ഇന്ന് ശരിക്കും നമുക്ക് മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. രാത്രി നമ്മൾ ഗാങ്ടോക്കിലെ മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ പോകും. മോൾ റോഡ് എന്നാണ് ഗാങ്ടോക്കിലെ മാർക്കറ്റിൻ്റെ പേര്. അവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പം കീപ്പ് എക്സ്പ്ലോറിങ്. ബൈ ബൈ.